കോൺഗ്രസിന്റെ കിതപ്പും മനോരമയുടെ തള്ളും. മനോരമ ചാനൽ സർവേയുടെ ഫലം ട്രോളാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ. MR ഏജൻസിയുമായി ചേർന്ന് മനോരമ ചാനൽ UDF നടത്തിയ സർവേയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളോട് ട്രോളുകൾ. 20 UDF സ്ഥാനാർത്ഥികളെ മനോരമ ജയിപ്പിച്ചു കളഞ്ഞു. 20 UDF സ്ഥാനാർത്ഥികളും കോട്ടയത്തെ മനോരമ ആസ്ഥാനത്ത് ലോക്സഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന രീതിയിൽ മനോരമ കാർട്ടൂൺ കഥാപാത്രം കുഞ്ചുകുറുപ്പ് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതായി ദേശാഭിമാനി കാർട്ടൂണിസ്റ്റ് ഏലിയാസ് ജോൺ വരച്ച കാർട്ടൂൺ വൈറലായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേപോലെ ഒരു സർവേ മനോരമ നടത്തിയിരുന്നു. അന്ന് തൂക്ക് സഭ എന്നായിരുന്നു പ്രവചനം. LDFന് കിട്ടുക പരമാവധി 73 സീറ്റ്. അത് 68 വരെ കുറഞ്ഞാലും അത്ഭുതപ്പെടരുതെന്നും മുന്നറിയിപ്പ് നൽകി. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ LDFന് 99 സീറ്റ്. അന്ന് മനോരമ ചാനൽ സർവേയിൽ തോൽപ്പിച്ച 32 പേർ കേരള നിയമസഭയിൽ ഉണ്ട് എന്നതാണ് രസകരമായ കാര്യം. അവരിൽ ചിലർ മന്ത്രിമാരുമായി. മന്ത്രിമാരായ P. രാജീവ്, MP രാജേഷ്, PA മുഹമ്മദ് റിയാസ്, R. ബിന്ദു, V. അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരെയെല്ലാം അന്ന് സർവേയിൽ മനോരമ തോൽപ്പിച്ചിരുന്നു. ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി MM മണി, കടകംപള്ളി സുരേന്ദ്രൻ, അഹമ്മദ് ദേവർകോയിൽ, KT ജലീൽ എന്നിവരെയൊക്കെ നിഷ്കരണം തോൽപ്പിച്ച മനോരമ പൂഞ്ഞാറിൽ PC ജോർജിനെയും കഴക്കൂട്ടത്ത് ശോഭ സുരേന്ദ്രനെയും വിജയിപ്പിക്കാനും നല്ല മനസ്സ് കാണിച്ചു. സർവേയിൽ ജയിച്ചവരെല്ലാം തോറ്റു. LDF മൃഗീയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. അന്ന് മനോരമ സർവേ നടത്തി തോൽപ്പിച്ച മുഹമ്മദ് റിയാസിനും കടകംപള്ളിക്കും KM സച്ചിൻ ദേവിനും 20,000 മുകളിൽ ഭൂരിപക്ഷം കിട്ടി. MM മണിയുടെ ഭൂരിപക്ഷം 37,000 മുകളിലേക്ക് പോയി. ഇത്തരം സർവേ ഫലങ്ങൾ പലപ്പോഴും നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കാറുണ്ട്. 1000 പേരിൽ നിന്നും തികച്ചും അശാസ്ത്രീയമായി എടുക്കുന്ന ഇത്തരം തെളിവില്ലാത്ത ഫലങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമേ സഹായകരമാകൂ എന്നതാണ് സത്യം. എക്സിറ്റ് പോൾ ഫലങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ പലപ്പോഴും ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നുള്ളതിന് തെളിവാണ് 2021 LDF സർക്കാരിന്റെ മിന്നുന്ന വിജയം. ആരിൽ നിന്നാണോ എവിടെ നിന്നാണോ അഭിപ്രായം സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കാതെ തട്ടിക്കൂട്ടുന്ന ഇത്തരം സർവേകൾ ആരെ സഹായിക്കാനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കറിയാം. കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മരിച്ച ഉമ്മൻചാണ്ടിക്ക് വിശുദ്ധ പരിവേഷം നൽകി വോട്ട് പിടിച്ച മനോരമ ഇപ്രാവശ്യം തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ നൽകിയും സർവേകൾ പ്രചരിപ്പിച്ചുമാണ് കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നത്. 4 പ്രാവശ്യം മുന്നണിയും പാർട്ടിയും മാറിയ ഇടുക്കിയിൽ LDFലും UDFലും നിന്ന് റോഷിക്കെതിരെ മത്സരിച്ച് തോറ്റ ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ പുതുപ്പള്ളിയിൽ കൊണ്ടുപോയി വെള്ളപൂശി ആദർശത്തിന്റെ ആൾരൂപമായി ചിത്രീകരിക്കാനും മത്സരിച്ച എല്ലാ തവണയും ഒരേ പാർട്ടിയിലും ഒരേ ചിഹ്നത്തിലും മത്സരിച്ച തോമസ് ചാഴിക്കാടനെ മുന്നണി മാറ്റക്കാരനായി ചിത്രീകരിക്കാനും പെടുന്ന പാട് ചില്ലറയല്ല. കേരളത്തിലെ 20 സീറ്റ് പിടിച്ചാലും UPയിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജയിക്കാതെ ഭരിക്കാൻ കഴിയില്ലെന്ന് രാഹുലിനും KC വേണുഗോപാലിനും ഒന്ന് ഉപദേശിച്ചു കൊടുക്കാനും കൂടിയുള്ള നല്ല മനസ്സ് കാണിക്കണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം.